Hi all, welcome to Competitive Cracker. 2025 ഡിസംബറിലെ CSIR നെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അത് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു, കിട്ടാത്ത ഒത്തിരിയേറെ പേരുണ്ടാവും. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയത്? അപ്പോൾ അതിൻ്റെ റീസൺ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമുക്കില്ലാതെ പോയിട്ടുണ്ടാവും അല്ലേ? എല്ലാ സിലബസിലെ എല്ലാ പോർഷൻസും വേണ്ട പോലെ കവർ ചെയ്യാതെ നമ്മൾ എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സിംപ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല CSIR പോലുള്ള ഒരു എക്സാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും ഈ വരുന്ന ജൂണിലെ CSIR നെറ്റ് ഫിസിക്സ് എക്സാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഒരു എക്സാം പോലെയല്ല CSIRനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ പ്രോബ്ലം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയതിനു ശേഷമായിരിക്കണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുക അല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന 90 ഡേയ്സ് ആണ് നമുക്ക് ഈ വരുന്ന CSIR നെറ്റ് ഫിസിക്സിനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു 90 ഡേയ്സ് കൊണ്ട് ഈ CSIR നെറ്റിന്റെ ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസിനെ നമ്മൾ ഈക്വലി കവർ ചെയ്ത് ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് തന്നെ മോഡൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ വരുന്ന ജൂൺ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 90 ഡേ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. CSIR നെറ്റ് ഫിസിക്സിന്റെ 90 ഡേ സ്റ്റഡി പ്ലാൻ. നമ്മൾ ഡേ 1 തുടങ്ങി ഡേ 90 വരെ ഉണ്ട്. ആ ഇത്രയും ദിവസങ്ങളിലുള്ളിൽ CSIR നെറ്റ് സിലബസ് നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ ടോപ്പിക്കുകൾ, ഓരോ പേപ്പേഴ്സിന്റെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നു. അതോടൊപ്പം ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരു റിവിഷൻ ടെസ്റ്റ് പോലെ ഡേ 7 അതിൻ്റെ ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീക്കിൽ നിങ്ങൾ കവർ ചെയ്ത ടോപ്പിക്കുകൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്തെടുക്കാനും അതിൽ നിങ്ങൾക്കൊന്ന് എക്സൽ ചെയ്യാനും ആ റിവിഷൻ ടെസ്റ്റ് വഴി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡേ 1 മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് നമ്മൾ ഡേ 4 വരെ നോക്കുന്നത്. അതിനുശേഷം ഡേ 5 ഡേ 6 വരുമ്പോഴോ അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഇത്രയും പോർഷൻസ് നമ്മൾ ആദ്യം തന്നെ ആ ടോപ്പിക് വൈസ് ഒന്ന് കവർ ചെയ്യും. എന്നിട്ട് ഇതിന്റെ തന്നെ റിവിഷൻസ് നമ്മൾ ഒരു 3 ഫേസ് ആയിട്ടായിരിക്കും പോകുന്നത്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളായിരിക്കും. നെക്സ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പ്രോബ്ലം ലെവലിലേക്കും, പിന്നെ തേർഡ് ഫേസിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ റിവിഷനും ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഓരോ ഡേയ്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഫസ്റ്റ് ഡേയിൽ നോക്കിക്കുക. വെക്റ്റർ കാൽക്കുലസ് ആൻഡ് ലീനിയർ ഓൾജിബ്ര, അതിൽ നിന്നുള്ള കോൺസെപ്റ്റുകളായിരിക്കും ഫസ്റ്റ് ഡേ പഠിക്കാൻ പോകുന്നത്. ദെൻ സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോഴോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ഫറിയർ ലാപ്ലേസ് ട്രാൻസ്ഫോമുകളാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പ്രോബ്ലംസ് ആണ് CSIR എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? ഇതുവരെയുള്ള എല്ലാ എക്സാമുകളും നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അതും കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് കരുതി നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യരുത്. ഇതൊരു വളരെ 100% പറഞ്ഞാൽ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. പക്ഷേ പലരും ക്രാക്ക് ചെയ്യാതെ പോകുന്നത് നിങ്ങളുടെ ഒരു സ്റ്റഡി മെത്തേഡ് കൊണ്ടായിരിക്കും. അതെല്ലാമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് വരുന്നത്. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്ത പലരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവർ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വീക്കിൽ കഴിഞ്ഞ് നമ്മൾ 7th ഡേ റിവിഷൻ ആയിരിക്കും, റിവിഷൻ ടെസ്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് വരുമ്പോഴേക്കും വീണ്ടും ടോപ്പിക്കിലേക്ക് കടക്കും. ഓരോ പേപ്പേഴ്സും നിങ്ങൾ മിക്സ് ചെയ്തായിരിക്കും നോക്കുന്നത്. ഒരേ പേപ്പറിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ എല്ലാ പേപ്പറും ഈക്വലി തീരുന്ന പോലെ ആയിരിക്കും നമ്മളുടെ സ്റ്റഡി പ്ലാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും EDയും തെർമോഡൈനാമിക്സും ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ വരുമ്പോൾ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ആദ്യത്തെ കുറച്ച് വീക്കുകളിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്ത് ഈ തന്നിരിക്കുന്ന പോർഷൻസ് അതാത് ദിവസം തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ആദ്യമേ കുറച്ച് ഒരു 1-2 ആഴ്ച എല്ലാവരും കറക്റ്റ് ആയിട്ട് പോകും. പിന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആ കൺസിസ്റ്റൻസി അങ്ങ് കുറയും. പിന്നെ കുറച്ച് പെൻഡിങ് വരാൻ തുടങ്ങും. ആ പെൻഡിങ് വരുമ്പോൾ നമുക്ക് അതാത് ദിവസത്തെ പിന്നെ നോക്കാനായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും ഫ്രം സ്റ്റാർട്ടിങ് ടിൽ ദി എൻഡ് നിങ്ങൾ ഒരേ
മൈൻഡ് സെറ്റിലൂടെ ആയിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഒരു 85 ഡേയ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്ന 5 ഡേയ്സ് നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്? മോഡൽ എക്സാംസ് ആയിരിക്കും അല്ലേ? മോഡൽ എക്സാംസ് ഒരു 5ഓളം മോഡൽ എക്സാമുകൾ നിങ്ങളെ കൊണ്ട്, മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കും. അതുവഴി നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്തു നോക്കാനായിട്ട് പറ്റും അല്ലേ? നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും കാണാതെ നമുക്ക് വായിച്ചു പഠിക്കാൻ പറ്റിയ കാര്യമല്ല. അപ്പൊ എപ്പോഴും വർക്കൗട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി. ആ വർക്കൗട്ടുകൾ എന്ന് പറയുമ്പോൾ മോക്ക് ടെസ്റ്റുകളായിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ വഴി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമുകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എക്സാക്ട് CSIR നെറ്റിന്റെ എക്സാമിന് എന്തായിരിക്കും ചോദിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മോഡൽ എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സിലബസ് കവറേജും കറക്റ്റ് ആയിട്ടുള്ള ഈ സ്റ്റഡി പ്ലാനോടും കൂടെ നിങ്ങൾക്ക് ഈ എക്സാമുകൾ, മോഡൽ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ വരുന്ന CSIR എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ വരുന്ന CSIR നെറ്റ് ഫിസിക്സ് ജൂണിലെ എക്സാം നിങ്ങൾക്ക് JRFോട് കൂടെ ക്രാക്ക് ചെയ്യാനുള്ള ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 90 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം JRFോട് കൂടെ തന്നെ പാസ് ആവാനായിട്ട്, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും കാണുമ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളതിനേക്കാളുപരി നമ്മളെപ്പോഴും JRFന് വേണ്ടിയിട്ടായിരിക്കണം ഡ്രീം ചെയ്യേണ്ടത്. അപ്പോൾ JRFന് വേണ്ടി ഡ്രീം ചെയ്യുക, നന്നായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ലോങ് ബാച്ചിന്റെ എല്ലാ ഡീറ്റെയിൽസും, നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ സിലബസ് കവറേജിന് ശേഷം നമുക്ക് മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലോങ് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8086881144 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. വരുന്ന CSIR നെറ്റ് ഫിസിക്സ് എക്സാം നിങ്ങൾക്ക് എളുപ്പത്തിൽ JRFോട് കൂടെ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു ഓൾ.